ഒരു ചൂട് ചൂടില്ലേ കുഴപ്പമില്ല, അത് ശക്തിയുണ്ട്. ഇനി ഞാനൊരു പുതിയൊരു നിങ്ങൾക്കൊക്കെ അറിയാവുന്നതായിരിക്കും ചിലർക്കൊക്കെ പശുവുള്ളവർക്ക്. ഇന്ന് ഞങ്ങളുടെ ഒരു പുതിയ അറിവാണ് കേട്ടോ. ഞങ്ങളുടെ പശു ഒരുപാട് പ്രസവിച്ച് അപ്പം കുമ്പനാണ്, സഹ്യവാൾ ഇനത്തിൽപ്പെട്ട കുമ്പനാട്ടോ. അപ്പോൾ അയാൾക്ക് നല്ല ബോഡിക്ക് വെയിറ്റും കാലിനൊക്കെ നല്ല നീളമൊക്കെ ഉണ്ട്. ഇനിച്ച് നിർത്തുമ്പോൾ ഇയാൾ ഇതിൽ നിന്ന് വിറയ്ക്കുക. അപ്പം വലിയ ബുദ്ധിമുട്ട് ഇനിച്ച് നിൽക്കാനും ഒക്കെ. അപ്പം നമ്മൾ ഡോക്ടറോട് അഭിപ്രായം ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞേക്കുന്നത് ഇച്ചിരി തൈലം, ദേഹത്ത് വേനയുടെയൊക്കെ നമുക്ക് തേക്കുന്ന തൈലം ഉണ്ടല്ലോ, തൈലവും പിന്നെ ഒരു കിഴി കെട്ടി ചൂടാക്കി ദേഹത്തൊക്കെ ഒന്ന് പിടിപ്പിക്കാൻ. അപ്പോൾ ഇച്ചിരി രക്തയോട്ടം ഉണ്ടാകുമ്പോൾ നമുക്കത് ക്രാബിനൊരു ഇതാ. പിന്നെ ഇവിടെ നല്ല ഇപ്പോഴത്തെ കാലാവസ്ഥ വെച്ചാൽ നല്ല മഴയും തണുപ്പും കിടുങ്ങലും ഒക്കെയാണ്, ആർക്കും സഹിക്കാൻ പറ്റൂല. അന്നേരം നമുക്കത് ഇയാളെ ഒന്നിച്ച് തൈലം തേപ്പിച്ച് ഉഷാറാക്കിച്ച് ബ്ലഡ് സർക്കുലേഷനൊക്കെ ഒന്ന് റെഡിയാക്കി വിടാമെന്ന് വിചാരിച്ച് പച്ചിക്കകത്ത് പുതപ്പിച്ചിടാനാ പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് ദേഹത്തൊക്കെ തൂണക്ക് ഒരു കിഴി വെച്ചിട്ട് ഒന്ന് ആശ്വാസപ്പെടുത്തി തണുപ്പിക്കാൻ. ഇയാൾക്ക് ഇച്ചിരി നല്ല കിടുങ്ങലും പറയലും ഒക്കെ ആയിരുന്നു കേട്ടോ. അപ്പം പ്രസവിച്ചിട്ട് ഇന്ന് 3ാമത്തെ ദിവസമാണേ. അപ്പം എന്നാലും നല്ലോണക്ക് സ്ട്രോങ് ആയിട്ട് ഇനിച്ച് അങ്ങോട്ട് നിൽക്കുന്നില്ല. നമ്മൾ പിടിച്ച് നിർത്തുമ്പോൾ നിൽക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ ബ്ലഡ് സർക്കുലേഷൻ്റെ ഒരു കുഴപ്പമാണ്, തണുപ്പ് കാരണം. അത് നല്ല ചൂടുണ്ട്. കിഴിനകത്ത് ഞാൻ മണൽ കെട്ടിയേക്കുവാ, തുണിക്കകത്ത് കിഴി പോലെ ആക്കിയിട്ട് മണലിട്ട് നമ്മൾ അടുപ്പ് വെച്ച് ചൂടാക്കി തുണിക്കകത്തിട്ട് കെട്ടി അതായത് കിണ്ണിക്കകത്ത് തൈലം എടുത്ത് മുക്കി വേറെ ദേഹത്ത് വെക്കുക. ഞാൻ തണുപ്പം പിടിച്ചിങ്ങനെ കത്തിക്കകത്ത് മാണ്ടങ്ങ് കിടക്കും. പാല് നമ്മൾ കുപ്പിയിൽ വെച്ച് കൊടുത്ത് അതുകൊണ്ട് ചൂടുണ്ട്. എണീക്കാനൊക്കെ ചാടി എണീക്കാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷേ അതിന് കാലിന് നീളം വേണ്ട. സഖ്യവാൾ കട്ടായി കുട്ടിയാട്ടോ, കുമ്പനാണ്. മുഴുവനായിട്ട് ചൂട് ഓരോ വട്ടം ഞാൻ മുമ്പേ ചൂട് പിടിച്ചു. അത് അങ്ങ് സൈഡ് ചൂട് പിടിച്ച് അപ്പം തിരിഞ്ഞ് കിടന്നു, തനിയെ തന്നെ തിരിഞ്ഞ് കിടന്ന് തന്നതാ ഈ സൈഡും കൂടെ വെക്കാൻ. എൻ്റെ കയ്യിലേ നല്ല പൊള്ളല്.